എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് എനിക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ അഭ്യുദയകാംക്ഷിയായ ഒരു വനിത ചില അഭിപ്രായങ്ങൾ എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. അതിലൊന്ന് ഇംഗ്ലീഷിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇംഗ്ലീഷിലേക്ക് കടക്കുന്നതിന് വേഗത പോരാ എന്നീ രണ്ട് കാര്യങ്ങളായി അഭിപ്രായമായി പറഞ്ഞു. ഇതുപോലെ മറ്റ് ചില എൻ്റെ പ്രേക്ഷകരും ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോയ്ക്ക് ക്ലാരിറ്റി പോരാ, ചില ഭാഗങ്ങളിൽ ബോർഡിലിരുന്ന് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ചില വീഡിയോൻ്റെ ചില ഭാഗങ്ങളിൽ സൗണ്ട് ക്ലിയർ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വിശദീകരണം ഇതിനെക്കുറിച്ച് തന്നിട്ട് ക്ലാസ് ആരംഭിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ അഭിപ്രായമുള്ള പലരും നിങ്ങളിലുണ്ടാകും. അപ്പോൾ അത് അവരുടെ സംശയങ്ങൾ ഒക്കെ ഒന്ന് ദൂരീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ ആണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞ വനിത പറഞ്ഞ അഭിപ്രായങ്ങൾ കാര്യമെടുക്കാം. അതായത് ഇംഗ്ലീഷിലേക്ക് കടക്കുന്നില്ല. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഒന്നാമതായിട്ട് ഇത് മലയാളത്തിലേക്കൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. പിന്നെ 60 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ക്ലാസ്സുമാണ്. അത് നിങ്ങൾക്കറിയാം. അങ്ങനെയാണ് നിങ്ങൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഇത് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളുകൾക്ക് കൂടി ഇംഗ്ലീഷ് പഠിക്കണം അല്ലെങ്കിൽ പഠിക്കാൻ സാധിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ലാസ് സജ്ജമാക്കിയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലേക്ക് കടക്കാത്തത്. അതായത് വാക്യഭാഗങ്ങളെക്കുറിച്ച് ഞാൻ ഇംഗ്ലീഷിലെ വാചകങ്ങൾ എഴുതി അതിലെ വാക്യഭാഗങ്ങൾ തിരിച്ചത് ഇന്ന വാക്യഭാഗങ്ങൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരു കുട്ടിക്ക് അതെന്താണെന്ന് മനസ്സിലാവില്ലേ? പിന്നെ ഞാനത് ചെയ്യുന്നത് വെറുതെയാവും. വാക്യഭാഗങ്ങളാണെങ്കിൽ എല്ലാ ഭാഷയിലും ഒന്ന് തന്നെയാണ്. അത് ഇംഗ്ലീഷിലുണ്ട് വാക്യഭാഗങ്ങൾ, മലയാളത്തിലെ വാചകത്തിലും വാക്യഭാഗങ്ങളുണ്ട്, ഹിന്ദിയിലെ വാചകങ്ങളിലും വാക്യഭാഗങ്ങളുണ്ട്, എല്ലാ ഭാഷയിലും വാക്യഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലെ വാക്യഭാഗങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ഭാഷയിലെ വാക്യഭാഗങ്ങൾ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഭാഷയിലും നമുക്ക് എഴുതാൻ കിട്ടും. അപ്പോൾ നമ്മൾ വാക്യഭാഗം പഠിപ്പിക്കുമ്പോൾ നമ്മൾ അറിയുന്നൊരു ഭാഷയിൽ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാവും, ഇല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും അറിയുന്ന ഭാഷ ഏതാ? മലയാളം അല്ലേ? അപ്പോൾ മലയാളത്തിലൂടെ നമ്മൾ വാക്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ എളുപ്പം മനസ്സിലായി, ഇല്ലേ, എല്ലാ കുട്ടികൾക്കും. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ കൂടെ ഈ വാക്യഭാഗങ്ങൾ വിശദീകരിക്കുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്നുള്ളതെന്ന് പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ കിടക്കാൻ വേഗത പോരാ. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തമിഴിലെ ഒരു പഴഞ്ചൊല്ലാണ്. ഒരു പുലി പായി മുമ്പ് പളങ്ങും. അപ്പോൾ അപ്പോൾ നിങ്ങൾ ഇത്ര കരുതിയാൽ മതി. ഇത് ഈ ഒരു സ്ലോനെസ് എന്തിനുള്ളതാണ്? പായുന്നതിന് മുമ്പുള്ള ഒരു പളങ്ങളാണ് എന്ന് കരുതിയാൽ മതി. പിന്നെ മറ്റ് ചില അഭിപ്രായങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ബോർഡിൽ എഴുതുന്നത് തെളിയുന്നില്ല എന്നൊരു ആക്ഷേപം ചില സബ്സ്ക്രൈബേഴ്സ് ഉന്നയിച്ചു. അത് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ അത് ശരിയാണ്, ചില മൊബൈലിൽ തെളിയുന്നില്ല. അപ്പോൾ അക്കാര്യം ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് അവരെ അറിയിക്കുകയാണ്. കാരണം ഒന്നും കൂടിയും ക്ലാരിറ്റിയിൽ എഴുതിയത് വായിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ വീഡിയോ മുതൽ ചെയ്യാൻ ഞങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർ ചില പ്രേക്ഷകർ പറയുന്നുണ്ട് സൗണ്ട് ക്ലിയർ ആവുന്നില്ല എന്ന് ചില ഭാഗങ്ങളിൽ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തും. സൗണ്ട്
ഒന്ന് അല്പം കൂട്ടാനും അത് മനസ്സിലാവുന്ന തരത്തിലാക്കാനും അതിനും പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്തായാലും നിങ്ങൾ കമൻ്റ് ഇട്ടതിന് വളരെയധികം നന്ദി. അത് നിങ്ങൾ കമൻ്റ് ഇട്ട് വളരെയധികം കടപ്പാടും അതുപോലെ തന്നെ അതിൽ വളരെ സന്തോഷവും എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുവാൻ നിങ്ങളുടെ കമൻറ്റ് വളരെ സഹായിക്കും. നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അതിന് മറ്റൊരു കണ്ണാടിയെ സഹായം വേണ്ടേ. അതുപോലെ എൻ്റെ വീഡിയോസിൻ്റെ കുറ്റം കുറവും നിങ്ങൾക്കറിയൂ. അപ്പോൾ എന്തായാലും നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറന്നു പോകരുത്. അത് നല്ലതായാലും മോശമായാലും തീർച്ചയായിട്ടും എഴുതണം, അതിന് നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണൊന്ന് അമർത്താനും അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പോത്തിൻ്റെ കടി മാറും കാക്കയുടെ വിശപ്പ് മാറും എന്ന് നമ്മൾ പറയാറില്ല. അതുപോലെ ഇതൊരു പരസ്പര സഹായം, ഒരു ഛേദമില്ലാത്ത ഉപകാരം ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി എന്തായാലും അതിൽ നേരം കളയുന്നില്ല. കാരണം നേരം കളയാൻ നേരമില്ലാത്തതിനാൽ നമുക്ക് നേരെ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ക്രിയ എന്ന വാക്യഭാഗത്തെക്കുറിച്ചാണ് അല്ലേ. ആ ക്രിയ എന്ന വാക്യഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ കിട്ടിക്കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ക്രിയ എന്ന വാക്യഭാഗത്തിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക എന്ന് നിങ്ങൾക്കറിയോ? അതിനെ പറയുക വേർബ് എന്ന് പറയുക വേർബ്. അപ്പോൾ ഇനി വേർബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിയ എന്ന വാക്യഭാഗമാണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായ? ഇനി നമുക്ക് മറ്റ് വാക്യഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ക്രിയ നടന്നു കഴിഞ്ഞാൽ എന്തറിയാനായിരിക്കും നമുക്ക് അടുത്ത ആഗ്രഹം? ഒരു സംഭവം നടന്നു എന്ന് കേട്ടാൽ എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അങ്ങനെ മനസ്സിലാവണമെന്നില്ല എങ്കിൽ ഞാൻ ഒരു സംഭവം പറയാം. അത് നടന്ന കഥയാണ്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാവും. അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗം നിങ്ങൾക്കറിയാം, തീരപ്രദേശം എന്നറിയാം അല്ലേ. ആ തീരപ്രദേശത്ത് ഉള്ള ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ദിവസം പുലർച്ചെ ഒരു നിലവിളി കേൾക്കണം. ആ പുലർച്ചെ എപ്പോഴും നിലവിളി ആൾക്കാർ കേൾക്കുന്നത് അത് അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ നിലവിളി എന്നുള്ള ആൾക്കാർക്ക് മനസ്സിലായി അവിടെ കൂട്ടുകിടക്കാൻ പോയ ഒരു പെൺകുട്ടിയുടെ നിലവിളിയാണ് കേട്ടതെന്ന് മനസ്സിലായി. അപ്പോൾ അടുത്തുള്ളവർ വേഗം ആ വീട്ടിലേക്ക് ഓടിക്കൂടി. അപ്പോൾ കുട്ടി അങ്ങോട്ട് അകത്ത് കിടന്നപ്പോൾ കുട്ടി അമ്മൂമ്മരെ അവിടുത്തെ വൃദ്ധയുടെ മുറിയിലേക്ക് ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ആൾക്കാരൊക്കെ മുറിയിൽ കടന്ന് ചെല്ലുന്നു, നോക്കുന്നു. അപ്പോൾ അവിടെ കാണുന്നത് എന്താ? ആ വൃദ്ധ അവിടെ ചോരയിൽ മുങ്ങി, തല പൊളിഞ്ഞ് ചോരയിൽ മുങ്ങി കിടക്കുന്നു, അനക്കല്ല. അപ്പോഴേക്കും ആരോ പോലീസിനൊക്കെ അറിയിച്ച് പോലീസൊക്കെ ഓടി വന്നു, വേഗത്ത് പാഞ്ഞെത്തി. അപ്പോൾ പോലീസ് കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചത് മോളൻ ചോദിച്ചു. അപ്പോൾ കുട്ടി അതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് ഞാൻ പുലർച്ചെ ഇങ്ങനെ അയ്യോ എന്നൊരു നിലവിളി കേട്ട പോലെ തോന്നി. ഞാൻ എണീറ്റ് ലൈറ്റ് ഇട്ടു, പിന്നെ ശ്രദ്ധിച്ച് ഒരു ശബ്ദം കേൾക്കാനില്ല. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ അവർക്ക് സ്വപ്നം കണ്ടതല്ല തോന്നിയതാവുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ മൂത്രമൊഴിക്കാൻ ഏറ്റപ്പുണ്ട് അമ്മൂമ്മ ഈ വൃദ്ധരെ, അതായത് അമ്മൂമ്മയുടെ വാതിൽ തുറന്നു കിടക്കണം. അപ്പോൾ ഞാൻ സാധാരണ വാതിൽ തുറക്കും മുമ്പ് തുറന്നു കഴിഞ്ഞാൽ അപ്പം അമ്മാമ്മ എന്നോട് ചോദിക്കും ആരാ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അമ്മാമ്മയുടെ മുറിയിൽ നിന്ന് ഒരു അനക്കം ശബ്ദം കേൾക്കാം. അപ്പോൾ ഞാനൊന്ന് ചെന്ന് നോക്കിയതാണ്. അപ്പോഴാണ് അമ്മാമ്മ ഇങ്ങനെ ചോരയിൽ മുങ്ങിങ്ങനെ കുളിച്ച് കിടക്കുന്നത്. മേത്ത് നോക്കിയപ്പോൾ സ്വർണ്ണമൊന്നും കാണാനില്ല. അപ്പോൾ പോലീസ് അതൊക്കെ കുറിച്ചെടുത്തു. അപ്പോൾ എങ്ങനെയാണ് കള്ളം കടന്നതെന്ന് വല്ല ഐഡിയ ഇല്ല ചോദിച്ചു. അവിടെ ഒരു ആൾക്കാർ പറഞ്ഞു അവിടെ ഒരു അടുത്ത മുറിയിലെ ഓട് പൊളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, 5-6 ഓട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, വേറെ വല്ലതും കളവ് പോയിണ്ടോ മോളെ? അവിടെ അളമാരി കുത്തി തുറക്കേ മേശ കുത്തി വല്ലതും ഉണ്ടാവുക? അങ്ങനെയൊന്നുമില്ല. അത് ശരി,
എന്നാൽ ആ മുറി ഒന്ന് കാണിച്ചു തരുമോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി ഇവരെ കൂടെ ചെന്നു. പോലീസ് ആ മുറി കടന്നു. ചുറ്റും നല്ല എല്ലാ ഭാഗത്തേക്ക് നോക്കി, മുകളിലേക്ക് നോക്കി, താഴത്തേക്ക് നോക്കി, ചുറ്റൊക്കെ നോക്കി മുറി. അപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ 3-4 ഓട് അവിടെ നിന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട്. അതിലെ നോക്കി അങ്ങനെ മാനം കാണാം. ഈ ഓടാണെങ്കിൽ ഈ ഒരു ഊണുമേശയുണ്ട്, ആ താഴെ തന്നെ ആ ഊണുമേശ അടക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 ഓട് ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഞങ്ങൾക്ക് നോക്കി കുട്ടീനെ നോക്കി, ആ ഇതിലാവില്ലേ ഇപ്പോൾ കടന്നത് ആ എന്ന് ചോദിച്ചു. ആ എന്ന് പെണ്ണുകുട്ടി പറഞ്ഞു. ശരി. അപ്പോൾ പോലീസ് കുട്ടിയോട് അത്രയ്ക്ക് ചോദിച്ചു. പോലീസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ മുറിക്ക് പുറത്ത് കടന്നു. ഇത്രയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ എൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറയും. അങ്ങനെ ഒരു അവസരത്തിൽ പറഞ്ഞതാണ് ഈ കഥ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കുറച്ച് ചോദ്യങ്ങൾ ഈ പെൺകുട്ടിയോട് ചോദിച്ചു? എന്തുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചത്? പറയാൻ പറ്റും നിങ്ങൾക്ക്? ജിജ്ഞാസ. എന്തറിയാനും ജിജ്ഞാസ. വൃദ്ധയെ കൊല ചെയ്തു, ആര് എന്ന അറിയാനുള്ള ജിജ്ഞാസ. അതുപോലെ വേറെ സംഭവം ഉണ്ടായി. ഇവിടെ എന്താ, മാല കവർന്നു. അപ്പോൾ പോലീസിന് ജിജ്ഞാസ ഉണ്ടായി, ആര് കവർന്നു. പിന്നെ പോലീസിന് പിന്നെ ഒരു ജിജ്ഞാസ ഉണ്ടായി, എങ്ങനെ അകത്ത് കടന്നു, അല്ലേ. ഓട് പൊളിച്ചു, ആര് പൊളിച്ചു. ഓട് അടുക്കി വെച്ചു, ആരടുക്കി വെച്ചു. ഈ ചോദ്യങ്ങളൊക്കെയാണ് പെൺകുട്ടിയോട് ചോദിച്ചത്, അല്ലേ. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച ഒരു കാര്യം, ഇതൊക്കെ ഓരോ ക്രിയകൾ അവിടെ നടന്നു. എന്താണ്, കൊല ചെയ്തു എന്നൊരു ക്രിയ നടന്നു, മാല കവർന്നു എന്നൊരു ക്രിയ ഉണ്ടായി, ഓട് പൊളിച്ചു എന്നൊരു ക്രിയ ഉണ്ടായി, അടുക്കി വെച്ചു എന്നൊരു ക്രിയ ഉണ്ടായി, അല്ലേ. ഇതൊക്കെ നമുക്ക് അത് സംഭവം കേൾക്കുമ്പോൾ ആര് ചെയ്തു എന്നറിയാനൊരു ജിജ്ഞാസ ഉണ്ടാവും, ഇല്ലേ. അപ്പോൾ ഏതൊരു ക്രിയ നടക്കുമ്പോഴും അത് ആര് ചെയ്തു എന്നറിയാൻ നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാവും. എന്തായാലും ചെയ്യാൻ ഒരാളുണ്ടാവും, നമുക്കറിയാം. അതറിയാനുള്ളൊരു ജിജ്ഞാസ നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നൊരു വാചകം പറയുമ്പോഴും അതിലെന്ത് പറയും, ആര് ചെയ്തു എന്ന് പറയും. ആ ചെയ്ത് ചിലപ്പോൾ ആളാവാം, ചിലപ്പോൾ ഒരു ജീവിയാവാം, ചിലപ്പോൾ സാധനമാവും. എന്തായാലും അത് നമ്മൾ പറഞ്ഞിരിക്കും. കാരണം എന്താ, ഇതറിയാൻ എല്ലാവർക്കും ഒരു ജിജ്ഞാസയില്ല. അത് മനുഷ്യ സഹജ. അപ്പോൾ ഏതൊരു ക്രിയ നടക്കുമ്പോഴും ക്രിയ ചെയ്യുമ്പോഴും അത് ആരെന്നറിയാനൊരു ജിജ്ഞാസ മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് നമ്മൾ ഏതൊരു സംഭവം വിവരിക്കുമ്പോഴും ആര് ചെയ്തു എന്ന് പറയും. അപ്പോൾ ഏതൊരു വാക്യത്തിലും ആര് ചെയ്തു എന്നൊരു ഭാഗം ഉണ്ടായിരിക്കും. ആ വാക്യഭാഗത്തെയാണ് നമ്മൾ പറയുക കർത്താവ്. എന്താ പറയുക, ആരാണ് ചെയ്തത്. ആ വാക്യഭാഗത്തെ കുറിക്കുന്ന ഭാഗമാണ് എന്ത്, കർത്താവ്. ഇംഗ്ലീഷിൽ എന്താ പറയുന്നറിയോ, സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്തിനാണ്, ഈ ക്രിയ ആര് ചെയ്തു എന്ന് പറഞ്ഞതാണ്. മനസ്സിലായില്ലോ അല്ലേ. ഇനി നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക. പോലീസ് അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് പെൺകുട്ടിയോട് ചോദിച്ചത് നിങ്ങളോട് പറഞ്ഞു, ഇല്ലേ. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയാൻ ആഗ്രഹിച്ചത് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. വൃദ്ധയെ കൊലപ്പെടുത്തി ആര്, മാലയും വളകളും കവർന്നു ആര്, ഓട് പൊളിച്ചു ആര്, ഓട് അടുക്കി വെച്ചു ആര്. ഇതൊക്കെ പോലീസ് അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, അല്ലേ. അപ്പോൾ ഈ കൊല ചെയ്തുള്ള കാര്യം ചെയ്യാൻ ഒരാളുണ്ട്, അല്ലേ, ഉറപ്പല്ലേ. അതാരാ, കള്ളൻ. മാലയും വളകളും കവർന്നു ആര്, കള്ളൻ. ഓട് പൊളിച്ചു. ഞാൻ ഈ ചുവന്ന അക്ഷരത്തിൽ ചുവന്ന വര അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആര് പൊളിച്ചു. അപ്പോൾ അതറിയാൻ പോലീസിന് ആഗ്രഹമുണ്ട്, ഇല്ലേ. നിങ്ങൾക്ക് ആഗ്രഹം, ആര് പൊളിച്ചു, കള്ളൻ. ഓട് അടുക്കി വെച്ചു ഒരു ക്രിയ, അല്ലേ. ചുവന്ന അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ചുവന്ന വര അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഈ ക്രിയയുടെ കടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ക്രിയ എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് അതിൻ്റെ പേര്, എന്താണ്, ഇംഗ്ലീഷ് പറഞ്ഞു, അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്ത ആരാ, കള്ളൻ, അല്ലേ. അപ്പോൾ കള്ളനാണെങ്കിൽ എല്ലാത്തിലെയും എന്ത്, കർത്താവ്. അഥവാ ഇംഗ്ലീഷ് എന്താ പറഞ്ഞാൽ സബ്ജക്റ്റ്.
അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കുട്ടി ഉത്തരം പറയുന്നത് നിങ്ങൾ കേട്ടുല്ലോ ഇല്ലേ? അപ്പോൾ സബ്ജക്റ്റ് ആരാണെന്ന് ആർക്ക് മനസ്സിലായി? പോലീസിന് മനസ്സിലായി. യഥാർത്ഥ കർത്താവ്, അതായത് ആരാണ് ഇതൊക്കെ ചെയ്തതിന് കർത്താവ് പോലീസിന് പിടികിട്ടി. നിങ്ങൾക്ക് പിടികിട്ടിയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ പോലീസിന്റെ ആ കൗശല്യവും അറിയാനുള്ള ആ ജിജ്ഞാസയും ആ ആവേശത്തും കൂടി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചാൽ പോലീസ് ആ നിമിഷാർദ്ധത്തിൽ കള്ളനെ അല്ലെങ്കിൽ ആ കൊലപാതകയെ കണ്ടെത്തി പോലെ നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിക്കാനാവും. അത് യാതൊരു തർക്കമില്ല. ആ ആവേശം, ആ ഒരു കൗശലം നിങ്ങൾ കാണിക്കുന്നുണ്ട. അല്ലാതെ നിങ്ങൾ വെറുതെ അലസമായി ഇരുന്നാലും പറ്റില്ല. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ എന്തായാലും പറ്റും. എന്തായാലും നിങ്ങളൊന്ന് ആലോചിക്കുക, എങ്ങനെയാണ് ആ പോലീസ് ഈ ചോദ്യങ്ങളിൽ നിന്ന് കള്ളനെ പിടിച്ചതെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളത് ചെയ്യുക. എന്തായാലും സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ? ആര് ചെയ്തു എന്നുള്ളതിന് ചോദ്യത്തിന് ഉത്തരമാണ് അല്ലേ? പ്രവൃത്തി ചെയ്ത ആരാണ് ചോദ്യോത്തരമാണ്. ഇതിലെ ആരാണ്? കള്ളനാണ് ചെയ്ത. കള്ളനാണ് സബ്ജക്റ്റ്. പിന്നെ വെർബ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു, അത് മനസ്സിലായി. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്നും വെർബ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒരു പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കർത്താവ് എന്നുള്ളൊരു ആളാവണമെന്നില്ല. എല്ലാ സംഭവങ്ങളും അല്ല ക്രിയയും ചെയ്യുന്നത് ആളാവണമെന്നില്ല. അപ്പോൾ ഉദാഹരണം പറയാം. ഒരു തടിമാടൻ സ്കൂൾ വിദ്യാർത്ഥിയെ ഇടിച്ചു വീഴ്ത്തി. ഇതിൽ ആരാ ഇടിച്ചു വീഴ്ത്തിയ ക്രിയ സംഭവം അല്ലേ? ആരാ ചെയ്തത്? ഒരു തടിമാടൻ. അപ്പോൾ ഇതിൽ കർത്താവ് ഏതാ? ഒരു തടിമാടൻ ആളാ. ഉറപ്പല്ലേ? ആ. കാറ് ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ ഇടിച്ചു വീഴ്ത്തി ആണ് ക്രിയ അല്ലേ? അത് ആരാ ചെയ്തതെങ്കിൽ കാറാ ചെയ്തത് അല്ലേ? അപ്പോൾ നമ്മൾ ആരെന്നല്ല പറയാ, എന്താണ് ചെയ്തതെന്ന് പറയില്ലേ? അപ്പോൾ ഒരു സാധനം എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കർത്താവായി വരുന്നത് ആളാവണമെന്നില്ല, ഒരു സാധനവും കൂടിയാകാം. പിന്നെ നോക്കുക, ഒരു പശു സ്കൂൾ വിദ്യാർത്ഥിയെ ഇടിച്ചു വീഴ്ത്തി. ഇതില് ഇടിച്ചു വീഴ്ത്തി ആണ് ക്രിയ അല്ലെ? എന്താ സംഭവം നടന്നത്? ഇടിച്ചു വീഴ്ത്തി. ആര്? ആ പശു. അതിലെ ആരാ? പശുവാണ്. അത് ജീവിയാണ് അല്ലേ? അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളാവാം, അതൊരു സാധനമാവാം, ഒരു ജീവിയാവും മക്കളേക്ക്. അപ്പൊ ആര് ചെയ്തു, അത് എന്ത് ചെയ്തു, ഏത് ജീവി ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരവും എന്തുതന്നെയാണ്? കർത്താവാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധയിൽ നിങ്ങൾ വെക്കണം. ഇനിയിപ്പോൾ എന്തായാലും സബ്ജക്റ്റും വെർബും നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന പദത്തെ ക്രിയ അഥവാ വെർബ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നിങ്ങൾക്ക് ഒരു വാചകത്തിലെ ക്രിയ എന്താണെന്നും സബ്ജക്റ്റ് എന്താണെന്നും മനസ്സിലായി ഇല്ലേ? അതായത് ക്രിയയെ കുറിക്കുന്ന വാക്യഭാഗം എന്താണ്, അതുപോലെ സബ്ജക്റ്റിനെ കുറിക്കുന്ന വാക്യഭാഗം അഥവാ കർത്താവിനെ കുറിക്കുന്ന വാക്യഭാഗം എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തായാലും നമുക്ക് ഇത് ഇത്രയും മനസ്സിലായെന്ന് എനിക്ക് ബാക്കി വാക്യഭാഗങ്ങളെ കുറിച്ച് അടുത്ത ക്ലാസ്സിലാവും. അതിന് ഇടയ്ക്ക് മുമ്പ് ഇപ്പം നമ്മൾ പറഞ്ഞു ഈ കൊല ചെയ്ത കർത്താവ് ആരാണെന്ന് പോലീസിന് പിടികിട്ടിയിരുന്നു അല്ലേ? നിങ്ങൾക്കും അത് കണ്ടെത്താൻ ശ്രമിക്കുക. അത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിരിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ആരാണെന്ന് കണ്ടെത്താം. അതുപോലെ തന്നെ ബാക്കി വാക്യഭാഗങ്ങളെ കുറിച്ച് പഠിക്കുകയും ചെയ്യാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിട. നന്ദി, നമസ്കാരം, ബൈ.